ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എളമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ ചെറിയൊരു ആൽബത്തിന്റെ ഷൂട്ടായിട്ട് വന്നതാണ് ഗൈസ്. കണ്ടോ, മൂക്കുറ്റിയൊക്കെ മാറ്റി ഒരു പാവപ്പെട്ട പിച്ചക്കാരി ലുക്കാണ് ഗൈസ് ഞാൻ. അപ്പം നിങ്ങളൊക്കെ കമന്റ് ചെയ്യും, പ്രത്യേകിച്ച് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ എങ്കിലും ഞാൻ പറയും ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ അനുബായ്, പിന്നെ നമ്മുടെ ശരത്ത്, ഇവരെയൊക്കെ അറിയായിരിക്കും. ഇതിന് മുന്നേ നമ്മുടെ ഒരു വ്ളോഗിലുണ്ടായിരുന്നു. പിന്നെ എന്റെ കുറെ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തന്നാ പിന്നെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇതെന്താ ഇത്രയും ഡീസന്റ്, ഞാനൊരു ഒച്ചപ്പാടൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ഗൈസ്, നമ്മളൊരു ആൽബത്തിന്റെ ഷൂട്ടിനായിട്ട് ഇവരെല്ലാരും കൂടെ രാവിലെ എത്തി. പുനലൂരാണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നന്ദൂട്ടി ഇവിടെ തന്നെ ഉണ്ട്. അവള് അപ്പുറത്ത് പിള്ളേരുമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്, റോബി ചേട്ടനെ. അപ്പൊ ആള് ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് കണ്ടോ, ഇടാനുള്ള തുണി തിരിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്ളോഗിൽ പറയണ, എനിക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ തന്നത് നമ്മുടെ സ്വന്തം താഴെ വീട്ടിലെ നിശേച്ചിയാണ്. പുനലൂരിലെ പാച്ചു സ്റ്റിച്ചിങ് സെന്റർ ഇങ്ങനെ ചേച്ചിയാണ് കോസ്റ്റ്യൂംസ് എല്ലാം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തത്. അല്ല തപ്പോടാ, നിശേച്ചിക്ക് കുറെ താങ്ക്സ് ഉണ്ട്. ഈ പുള്ളി ഇനി നിങ്ങൾ അങ്ങോട്ട് നമ്മുടെ എല്ലാ വീട്ടിലും കാണുന്നതായിരിക്കും. പുള്ളിന് വന്നില്ലെങ്കിൽ പുനലൂർ വരെ എത്തിച്ച് തിരുവനന്തപുരത്ത് നടന്ന മനുഷ്യരെ. അതെ അതെ, തുണി തയ്ക്കുന്ന കഷ്ടപ്പാടുണ്ടോ? അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞാൻ പിച്ചക്കാരിയായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, അതും കൂടെ കാണിച്ചത് സ്വിച്ച് കൊണ്ട് പ്ലഗ് എവിടെ ഇട്ടാണ് തേച്ചിട്ടുള്ളത്. അവള് തറയിട്ടാണ് ചൂട് മാത്രം മതി. അഭിനയോ നീ നോക്ക്, എന്റെ തുണി ഇട്ടെടുത്ത വേണ്ടി മാത്രം അഭിനയമാണ്. പ്ലഗ് ഇല്ലാതെ എനിക്ക് മോൻ ഈ അയൺ മെഷീനിൽ ഒന്ന് തൊട് വാങ്ങി. ക്യാമറ പറയുന്ന അങ്ങനെയല്ല കൊണ്ട് പ്ലഗ് കിടക്കുന്നത് കണ്ടോ? അഭിനയം. ഈ പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഒന്ന് തൊടുത്തുകളെ നിങ്ങളെ പറ്റിക്കുക. ഒന്നുമില്ല, ഒന്നുമില്ല. സുഹൃത്തുക്കളെ ചതിയിൽ വിടരുത് സുഹൃത്തുക്കളെ. വരും. അയ്യോ, നമ്മള് കോസ്റ്റ്യൂം ഒക്കെ മാറി ഇങ്ങനെ പാവപ്പെട്ട ഓക്കെ അല്ലേ? എന്റെ ദയനീയ അവസ്ഥ കണ്ട് നമ്മളെ ക്യാമറമാൻ നമുക്ക് കപ്പലണ്ടി എടുക്കണം കേട്ടോ. ഞാൻ പറയുമ്പോ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നല്ല ലൈറ്റിംഗ് കേട്ടോ. അല്ല കേട്ടോ, ഫോക്കസ് ചെയ്തോട്ടെ. ഓക്കെ, 3, 2, 1 റോളിംഗ്. നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇങ്ങനെ ഇരിക്കൂ. ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ശരദേവാ മതി. ഒന്നുകൂടെ ചെയ്യോ? എന്റെ ഭാര്യ എറിഞ്ഞ എന്നെ വഴക്കേറി. എടാ അത് കുറയ്ക്കടാ, പവർ കുറയ്ക്ക്. ഫുൾ പവറിലാണെന്ന് തോന്നുന്നു. ആ ഓക്കെ, ആ ഓക്കെ.
ജസ്റ്റ് എടാ ലുക്ക് ഇവിടെ മേളിൽ കൊടുത്ത് ഇവിടെ ഒരു വെളിയിൽ ആ ഞാൻ പറയണ സമയത്തെ ലുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ അറിയാൻ പറ്റും. സ്റ്റാറ്റസ് കയറി കാണും. എല്ലാം അവിടെ ചോറൊക്കെ ഉണ്ടെന്നിരുന്നു. അപ്പൊ ഈ നിൽക്കുന്നത് ആരാന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന പരിചിതമായ മുഖമാണ് നമ്മുടെ സ്വന്തം. അപ്പൊ ഗൈസ് നമ്മൾ ഈ മുഖത്തിന് ഭിത്തി കയറ്റാൻ പോവാണ് കേട്ടോ. ഫോട്ടോ കാണിച്ചിട്ട് ഗൈസ് ഇയാള് മരിച്ചു നേരെ വെക്കടി ഗൈസ് മരിച്ചുപോയി ഗൈസ് പാവം അകാലത്തിൽ നമ്മുടെ ആനന്ദുവിനെ ഭിത്തിയിൽ കയറ്റാൻ പോവാണ്. കേരള ഫിറ്റിയില് ഇവനെ വെച്ചാണ് എന്റെ എക്സ്പ്രഷൻ നോക്കൂ. ചിരിക്കല്ലേ നീ അളിയാ? നമസ്കാരം. പുളിമുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. പുളിമുട്ടായി ഉള്ള ഫ്രൂട്ട് സാലഡ് 5 രൂപ ഫ്രൂട്ട് സാലഡ്. എന്താമ്മേ ബാക്കി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തിന്നു. മാത്രം ഫ്രൂട്ട് സാലഡ് കുടിച്ചില്ല. നിങ്ങടി നന്ദൂര് വേറെ മേടിച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് കോസ്റ്റ്യൂം ആട്ടോ. കണ്ടു പോയി അഭിനയിച്ചിട്ട് വരാം. ജീവിക്കുകയാണ്. പറഞ്ഞതാ രണ്ട് പെണ്ണുങ്ങളെ കളി അവരെങ്ങനെ കടമോ അത് എങ്ങനെ കിടന്നാലും മതി. കൊച്ചിന്റെ മനസ്സാവാൻ പോലെ ഇരിക്കും. എന്നിട്ട് ഓടി മക്കൾ വെള്ളം എടുക്കാൻ മോനെ മാറിക്കോണം. കുഴി 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 കുഴിയിൽ വീഴും. അങ്ങേക്ക് അങ്ങേക്ക് മോഹം കിട്ടാത്തത് കുഴപ്പമില്ല. അതിന് വെള്ളം കിട്ടാതെ കോസ്റ്റ്യൂമാണിത്. 3ാമത്തെ കോസ്റ്റ്യൂം.